ടാടാ, ഞാൻ ദേ റെഡി ആയിട്ട് ഇറങ്ങാൻ നിൽക്കുവാണ്. എങ്ങോട്ടാണെന്നല്ലേ, എന്താണ് പരിപാടി? അതെ, ഞങ്ങളുടെ ഓഫീസിലത്തെ ആനുവൽ പാർട്ടിക്ക് പോകാൻ വേണ്ടിയാട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഡ്രസ് കോഡൊക്കെ ഉണ്ടായിരുന്നു. കളർ തീമാണ് ബ്ലാക്ക്, വൈറ്റ് ഓർ റെഡ്. അപ്പം ഞങ്ങളുടെ കൂടെയുള്ളവരെല്ലാവരും ബ്ലാക്ക് തന്നെയാണ് സെലക്ട് ചെയ്തത്. അപ്പം ഞങ്ങളുടെ പാർട്ടി എവിടെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള നമ്മുടെ സ്വന്തം ലുലുവിൻ്റെ ട്വിൻ ടവർ, നമുക്ക് പുതിയതായിട്ട് പണിതിട്ടുള്ള ട്വിൻ ടവറിലായിരുന്നു. അങ്ങനെ ഞങ്ങളത് അവിടെ എത്തി. ബിൽഡിങ്ങിലോട്ട് കയറിയപ്പോൾ അത്യാവശ്യം നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഒരു മുകളിലോട്ടൊക്കെ കയറുന്ന അതേ ഒരു രീതിയൊക്കെ തന്നെയായിരുന്നു. അവസാനം ഞങ്ങൾ പാർക്കിങ്ങിൽ വിട്ടിട്ട് ഞങ്ങളുടെ ഊബറേട്ടൻ പോയി. ഞങ്ങൾ നേരെ ബിൽഡിങ്ങിൻ്റെ അകത്തോട്ട് പോകുമായിരുന്നു. ഞങ്ങൾ നല്ല എക്സൈറ്റഡ് ആണ്, കാരണം ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ ബിൽഡിങ്ങിൻ്റെ അകത്തോട്ട് പോകുന്നത്. ജനുവരിയോടെ ഞങ്ങളുടെ കമ്പനി ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമെങ്കിലും ഇനിയും 3-4 മാസം ഉണ്ടല്ലോ. അതിനു മുമ്പ് ഞങ്ങൾക്ക് ഇവിടെ കയറി കാണാമെന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ഉള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഞങ്ങൾ നേരെ ഞങ്ങളുടെ ബിൽഡിങ്ങിലെത്തി. അപ്പോൾ പാർട്ടിയുടെ വെന്യൂവിലെത്തുന്നതിന് മുമ്പുള്ള രജിസ്ട്രേഷനും പ്രൊസീജിയറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞങ്ങൾ പയ്യെ ഓരോരുത്തരായിട്ട് അതൊക്കെ ചെയ്തിട്ട് ഞങ്ങളതേ പാർട്ടിയുടെ വെന്യൂവിലോട്ട് കയറുക കേട്ടോ. സെലസ്റ്റിയ 25 അതായിരുന്നു കേട്ടോ ഞങ്ങളുടെ പാർട്ടിയുടെ തീം നെയിം. നല്ല അടിപൊളി പേരല്ലേ. ഞങ്ങളെ കാത്തതേ ഞങ്ങൾക്ക് വെൽക്കം ഡ്രിങ്കിനെ കേട്ട ആൾക്കാരുണ്ടായിരുന്നു. അപ്പോഴേക്കും ഞങ്ങൾ ചെന്നപ്പോഴേക്കും ഓൾറെഡി പാർട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവരുടെ ഡാൻസും കാര്യങ്ങളും എല്ലാം ആയിട്ടായിരുന്നു. അപ്പോൾ അതേ ഞങ്ങളെത്തി. അപ്പോഴേക്കും ഞങ്ങൾക്ക് അവിടെ കുറച്ച് സ്പീച്ചൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് ബ്രേക്ക് ടൈം ആയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ തുടങ്ങി. പക്ഷെ ഒറ്റ പണി കിട്ടിയത് ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും എല്ലാവരും ക്യൂ നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതും ക്യൂ ആണെങ്കിൽ അനങ്ങുന്നില്ല, കാരണം കൗണ്ടറിൽ ഒരുപാട് ഫുഡ് ഉള്ളതുകൊണ്ട് ഓരോരുത്തരും എടുത്തു വന്നപ്പോഴേക്കും നല്ല ഡിലേ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ നേരം പിന്നെ ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കാൻ തുടങ്ങി. ഇങ്ങനെ അതിൻ്റെ ബിൽഡിങ്ങിൻ്റെയൊക്കെ ഭംഗി ശരിക്കും ആസ്വദിച്ച് കുറേ നേരം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ വിശപ്പിൻ്റെ വിളി ഏകദേശം നല്ല പോലെ ആയി കഴിഞ്ഞപ്പോഴാട്ടോ ഞങ്ങളുടെ അവിടെ എത്തിയത്. ഞങ്ങളും പിന്നെ ഫുഡെല്ലാം എടുത്ത് ട്രൈ ചെയ്തു. ഒരുപാട് വെറൈറ്റി ഡെസേർട്ട്സ് ഉണ്ടായിരുന്നു. ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം ഞാൻ ഷുഗർ കട്ടായിരുന്നു. എനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ കഴിക്കില്ല എന്ന് ഉറപ്പിച്ച് വെച്ചത് കൊണ്ട് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളിലും ഞാൻ എൻ്റെ കൊതി അടക്കുകയാണ് ചെയ്തത്. അത് കണ്ടോ നിങ്ങൾ, ഐസ്ക്രീം, പുഡിങ്ങുകളെല്ലാം ഉണ്ടായിരുന്നു. ഞാൻ ഈ ഫ്രൂട്ട്സും കഴിച്ച് അങ്ങനെ ഇരുന്നു. ഇപ്പോൾ ഇവർക്കെല്ലാവർക്കും കുറേ ഐറ്റംസ് കഴിക്കാൻ ഭയങ്കര കൊതിയുണ്ട്, പക്ഷേ വയറിൽ സ്ഥലമില്ലെന്ന് പറഞ്ഞാൽ ഒരു പ്ലേറ്റിൽ എടുത്തിട്ട് പല പല സാധനങ്ങളായിട്ട് ഇവിടെ ട്രൈ ചെയ്യുന്ന കേട്ടോ. കാരണം ഇങ്ങനെ പാർട്ടികൾ വരുമ്പോൾ ഇതുപോലെ ഷെയർ ചെയ്യാക്കാൻ പറയുന്നത് നല്ല രസമുള്ളൊരു പരിപാടിയല്ലേ. നമ്മൾ ഫ്രണ്ട്സും ഫുഡൊക്കെ ഷെയർ ചെയ്ത് വർത്താനൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു രസം. പിന്നെ ബിൽഡിങ്ങിൻ്റെ ഓരോ കോർണറും ഭയങ്കര ഭംഗിയായിരുന്നു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും പരിപാടിയെല്ലാം തുടങ്ങി കേട്ടോ. അങ്ങനെ പ്രോഗ്രാംസും ഗെയിംസ് എല്ലാം കഴിഞ്ഞപ്പോൾ ഒരു അടിപൊളി DJ-യുമായിട്ടാണ് നമ്മുടെ പരിപാടി എൻഡ് ചെയ്തത്.